ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ $270 ബില്യൺ നഷ്ടപരിഹാരം വേണമെന്ന് ഇറാൻ. അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നതിനിടെയാണ് ടെഹ്റാന്റെ നിർണായക നീക്കം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇസ്രായേൽ സംയുക്താക്രമണത്തിൽ രാജ്യത്തുടനീളം വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എണ്ണവാതക നിലയങ്ങൾ, പെട്രോ കെമിക്കൽ കമ്പനികൾ, സ്റ്റീൽ, അലൂമിനിയം ഫാക്ടറികൾ തുടങ്ങിയ നിർണായക മേഖലകളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങൾ. ഇവ കൂടാതെ പാലങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ ശൃംഖലകൾ, സർവകലാശാലകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയ്ക്കും കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി പറയുന്നതനുസരിച്ച് ഇറാന് നേരെ ആക്രമണം നടത്താൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകിയ 5 പ്രാദേശിക രാജ്യങ്ങളും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. ലോകത്തിലെ പ്രധാന കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഈ തുക കണ്ടെത്താനും ഇറാൻ ആലോചിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വ്യോമയാന മേഖല കനത്ത തകർച്ച നേരിടുകയാണ്. ഏകദേശം 60 സിവിൽ വിമാനങ്ങൾ പ്രവർത്തനരഹിതമായതായും ഇതിൽ 20 എണ്ണം അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി നശിപ്പിച്ചതായും വ്യക്തമാകുന്നുണ്ട്. നിലവിൽ 160ഓളം വിമാനങ്ങൾ മാത്രമാണ് ഇറാന് സ്വന്തമായുള്ളത്. ഇവയിൽ മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും കടുത്ത അമേരിക്കൻ ഉപരോധം കാരണം വിമാനഭാഗങ്ങളുടെ ക്ഷാമം നേരിടുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ പോലും അതീവ ദുഷ്കരമാണ്. മാർച്ച് അവസാന വാരത്തിൽ നടന്ന നൌറൂസ് അവധിക്കാലത്ത് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു വരുമാനം വിമാന കമ്പനികൾക്ക് നഷ്ടമായി. വെറും 40 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 300 ട്രില്യണിലധികം നഷ്ടമാണ് കമ്പനികൾക്കുണ്ടായത്. ടെഹ്റാൻ, തബ്രിസ്, ഉർമിയ, ഖുറമാബാദ് തുടങ്ങിയ രാജ്യത്തെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ റൺവേകളും കൺട്രോൾ ടവറുകളും ഹാങ്ങറുകളും ആക്രമണങ്ങളിൽ തകർന്നു. നാശനഷ്ടങ്ങൾ ഇത്രയേറെ കനത്തതാണെങ്കിലും അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഉപരോധം തുടരുമ്പോഴും ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. നിലവിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടരുതെന്നാണ് ഇറാന്റെ പാർലമെന്ററി സമിതിയുടെ നിലപാട്. വെടിനിർത്തൽ നീട്ടുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആയുധങ്ങൾ ശേഖരിക്കാൻ കൂടുതൽ സമയം നൽകുമെന്നും അവർ വാദിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ അധികാരം അംഗീകരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് മടങ്ങുക എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നൽകുന്നത്. 2024-ൽ ഏകദേശം $8 ബില്യൺ ഇറാൻ പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷങ്ങൾക്ക് ശേഷം ഇത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ദീർഘകാലമായി സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും അമേരിക്കൻ ഉപരോധങ്ങളും ഇറാന്റെ ഈ തീരുമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. 9 കോടിയോളം വരുന്ന ഇറാൻ ജനതയ്ക്കുമേൽ ഭരണകൂടം ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിരോധനം 7ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും ജനങ്ങളുടെ കടുത്ത രോഷത്തിനും അത് കാരണമാകുന്നുണ്ട്. ഇന്റർനെറ്റ് ഇല്ലാത്തതുമൂലം തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ബിസിനസ് അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്നും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ തീരുമാനമാണിതെന്നാണ് സർക്കാരിന്റെ വാദം. പ്രതിദിനം $80 ബില്യൺ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലമുണ്ടാകുന്നത്. ഓരോ ദിവസവും 4 പ്രധാന പാലങ്ങളും 2 ഇടത്തരം വൈദ്യുത നിലയങ്ങളും നഷ്ടപ്പെടുന്നതിന് തുല്യമായ തുകയാണ് നാം സ്വയം നശിപ്പിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന പാലങ്ങൾ അതിന് ഉദാഹരണമാണ്. മുമ്പ് 20 ദിവസത്തെ ഇന്റർനെറ്റ് നിരോധനം ഉണ്ടായപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ 3 ആഴ്ചയിൽ കൂടുതൽ അതിജീവിക്കില്ലെന്ന് IT മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്റർനെറ്റ് എന്നാണ് പൂർണ്ണമായി പുനഃസ്ഥാപിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനു പകരമായി ടയേർഡ് ഇന്റർനെറ്റ് എന്ന പുതിയ സംവിധാനത്തിനാണ് സർക്കാർ രൂപം നൽകുന്നത്. ഇതനുസരിച്ച് തിരഞ്ഞെടുത്ത ബിസിനസ് പ്രതിനിധികൾക്ക് മാത്രം ആഗോള ഇന്റർനെറ്റ് സേവനം നൽകുകയും ബാക്കിയുള്ളവർക്ക് നിയന്ത്രണങ്ങളുള്ള പ്രാദേശിക ഇന്റർനെറ്റ് മാത്രം നൽകുകയും ചെയ്യും. കൂടാതെ അർഹരായവർക്ക് ഉയർന്ന നിരക്കിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ ഇന്റർനെറ്റ് നൽകുന്ന ഇന്റർനെറ്റ് പ്രോ എന്ന സേവനവും കമ്പനികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാരായ ഇറാനികൾക്കിടയിൽ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യം ശക്തമാണ്. ഭരണകൂട അനുകൂല വെബ്സൈറ്റുകളിൽ പോലും ഇന്റർനെറ്റ് ഫ്രീഡം എന്ന ഹാഷ്ടാഗുകൾ നിറയുകയാണ്. ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ സമയം രേഖപ്പെടുത്തുന്ന കൗണ്ട് ഡൗൺ ക്ലോക്ക് വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്യാൻ പ്രമുഖ ടെക് മാധ്യമമായ ഡിജിയാറ്റോയോട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. അതേസമയം പുറം ലോകവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന VPN പോലുള്ള സംവിധാനങ്ങൾ വിൽക്കുന്ന ലാഭകരമായ കരിഞ്ചന്തയും രാജ്യത്ത് സജീവമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.